സ്വന്തം വീട് പോലെ നിന്നോണം. നമോ ഭാഗം. ഈ ആനവൈദ്യൻ വേലാനാശന്റെ വീട്. അതെ, എന്താ ചത്തോന്നറിയാൻ വന്നതായിരിക്കും. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ? വേലായുധനാശാനെ കാണണം പോലും. എങ്കിലും അങ്ങോട്ട് കേട്ടോളുക, അങ്ങനെ ഒരാളില്ല, മരിച്ചു. കിടപ്പിലാ? മരിച്ച പോലെ കിടപ്പില്ല. അങ്ങനെയല്ലല്ലോ ബാർബർ പറഞ്ഞത്. ബാർബറോ? ഏത് ബാർബർ? നിങ്ങൾ ആരാ? ഞാൻ കുട്ടിശങ്കരൻ. തിരുമംഗലം കോലോന്ന് കേട്ടിട്ടില്ലേ? 18 ആനകളുള്ള രാജപരമ്പരയിൽപ്പെട്ട തറവാടാ അവിടത്തെ കാര്യസ്ഥൻ. ആരായാലും ശരി, ആശാനെ കാണാൻ പറ്റില്ല, തീരെ കിടപ്പിലാ. ഇനിയിപ്പോ ആർക്കാ വേണ്ടത്? ആയ കാലത്ത് ആനക്കാരുടെ ക്യൂ ആയിരുന്നു ഇവിടെ, അറിയോ തനിക്ക്? ഒന്ന് മേലാണ്ടായപ്പോ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി പോലും ഇല്ല. ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ തറവാടിനകത്ത് തളർന്നു കിടക്കുക പാവം. ചേച്ചി തറവാട് പോലും എണ്ണാ നിലംപതിക്കാന്ന് അറിയാണ്ട് നിൽക്കുക. സങ്കടമുണ്ട് കുട്ടിശങ്കര, ഇശ്യ സങ്കടമുണ്ട്. പിന്നെ പ്രതീക്ഷയ്ക്ക് വക നൽകാൻ ഒന്നേ ഉള്ളൂ, ആശാന്റെ സിദ്ധി 10 മടങ്ങി ഈ മകന് കിട്ടി, അത്ര തന്നെ. മകനാണോ? ഞാനല്ല, ദാ. വണക്ക വൈദ്യരെ, ആശ്വാസായി. ഇനി വന്ന കാര്യം പറയാം. കോലോത്തെ കൊച്ചി കല്യാണിക്ക് ദീനം തുടങ്ങിയിട്ട് മാസം 1 ആയി. പല വൈദ്യന്മാരും വന്ന് ചികിത്സിച്ചു, ഒരു കുറവുമില്ല. ആശാനെ കുറിച്ച് കേട്ടപ്പോ അതുകൂടെ പരീക്ഷിച്ചേക്കാമെന്ന് കരുതി. ഇനിയിപ്പോ ആശാനില്ലെങ്കിലും അതിനേക്കാൾ മിടുക്കനായ മകനുണ്ടല്ലോ, അത് മതി. ഇല്ല, ഞാൻ വരില്ല.